ഓപ്പറേഷൻ നുംഘോറിൽ തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസിന്റെ നടപടിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. പിടിച്ചെടുത്ത തന്റെ വാഹനം തിരിച്ചു കിട്ടണം. ഇതാണ് ദുൽഖർ സൽമാന്റെ ഹർജി. കസ്റ്റംസിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം കൊച്ചി കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനത്തിന്റെ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടൻ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വിഷയത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ആ പ്രതികരണത്തെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് കൂടി നമുക്ക് കാണാൻ കഴിയും. ദുൽഖർ സൽമാന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ ഹീറോ രീതിയിലുള്ള സിനിമയിൽ കസ്റ്റംസിനെ ചോദ്യം ചെയ്യുന്നത് പോലെ ഉള്ള ഡയലോഗുകളാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ കോടതിയുടെ മുന്നാകെ നൽകിയിരിക്കുന്നത്. വാഹനം വിട്ടു നൽകണം, ഞാൻ ഈ വാഹനം വാങ്ങിയത് നിയമപരമായിട്ടാണ് എന്നാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസ് പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കസ്റ്റംസ് പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടു നൽകുക മാത്രമല്ല, പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു നടൻ ദുൽഖർ സൽമാൻ. എല്ലാ കൃത്യമായ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം സ്വന്തമാക്കിയത്. എന്നാൽ രേഖകളൊന്നും പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദുൽഖർ സൽമാൻ ആരോപിച്ചിട്ടുള്ളത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ ഭാഗം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാന്റെ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള 2004 മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലടക്കം വ്യാപകമായ പ്രചാരണം കൊടുത്തത് എന്നും ദുൽഖർ സൽമാൻ ഹർജിയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അന്ന് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടന്ന ദിവസം ഏതോ പ്രധാനപ്പെട്ട കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു ദുൽഖർ സൽമാൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ടെലിവിഷൻ ചാനലുകളിൽ ഉയർന്നു വന്ന ബ്രേക്കിംഗ് ന്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയാണ് വിജിത. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ എന്തായി വാഹന ഉടമ മാഹിൻ അൻസാരിയെ? ഇങ്ങനെ ഒരു വാഹനം പിടിച്ചെടുക്കുന്ന ഒരു കാര്യം ഉണ്ടായത്. ലാൻഡ് ക്രൂസറാണ് പിടിച്ചെടുത്തിരുന്നത്. പക്ഷേ ഇതിന്റെ RC എല്ലാം പരിശോധിക്കുന്ന സമയത്ത് മാഹിൻ എന്ന് പറയുന്നത് ആസാം സ്വദേശിയാണ്. എന്നാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു സമയത്ത്, എഞ്ചിനടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുന്ന ഒരു സമയത്ത് ഇയാൾ മൂവാറ്റുപുഴ സ്വദേശിയാണ് എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസിന് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഇപ്പൊ ദുൽഖറിന്റെ ആണെങ്കിലും മറ്റ് അമിത്തിന്റെ ആണെങ്കിലും ഒക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ഒരു സമയത്ത് ഇവരെല്ലാം കൈമറിഞ്ഞു വന്ന് 7ാമത്തെയും 3ാമത്തെയും ഒക്കെ ഓണറാണ് നിൽക്കുന്നത്. പക്ഷേ മാഹിൻ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ ആദ്യ ഉടമയാണ്. അപ്പോൾ ഇയാളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടെല്ലാം, സംഘവുമായി ബന്ധപ്പെട്ടെല്ലാം, കോയമ്പത്തൂരുള്ള ഒരു സംഘമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വ്യാപകമായി കടത്തുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഈ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാളിലേക്ക് അന്വേഷണം കൂടുതലായി എത്തുന്നത്. എന്തായാലും ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾക്ക് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ അയച്ചിരുന്നു. ഈ ഒരു പേരിൽ വന്ന രണ്ടും, ഒരാൾ ആസാം സ്വദേശിയും ഒന്ന് മൂവാറ്റുപുഴയും, രണ്ടും ഒരേ പേര് വന്ന ഒരു സംശയത്തിന്റെ പുറത്താണ് ഇങ്ങനെ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള മാഹിന് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നത്. എന്തായാലും അയാൾ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ അവിടെ നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദുൽഖർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ നുംഘൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖറിന്റെ ഈ ഒരു പരിശോധനയിൽ പിടിച്ചെടുത്തത് ഒരു വാഹനമാണ്. ലാൻഡ് റോവറാണ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ദുൽഖറിന്റെ വീട്ടിൽ നിന്നും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വാഹനം വാങ്ങിയത് ദുൽഖർ ഒരു സ്ഥാപനം വഴിയാണെന്ന് പറയുന്നുണ്ട്. 2024 ഈ ഒരു വാഹനം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ രേഖകളെല്ലാം തന്നെ സത്യസന്ധമാണ്, അല്ലെങ്കിൽ രേഖകളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും താൻ നടത്തിയിട്ടില്ല. ബാങ്ക് വഴിയായിരുന്നു വാഹനവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ എല്ലാം നടത്തിയിട്ടുള്ളത്. കൃത്യമായ രേഖകൾ തന്നെ കൈവശമുണ്ട്. വാഹനത്തിന്റെ എല്ലാ രേഖകളും അന്ന് കസ്റ്റംസ് ഈ ഒരു ഓപ്പറേഷൻ നുംഘൂറുമായി വന്ന ഒരു സമയത്ത്, പരിശോധനയുമായെല്ലാം വന്ന സമയത്ത് കൃത്യമായി വാഹനത്തിന്റെ എല്ലാ രേഖകളും കസ്റ്റംസിന് കാണിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാൻ പോലും കസ്റ്റംസ് കൂട്ടാക്കിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ദുൽഖർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റംസിന്റേത് മുൻവിധിയോടെയുള്ള നടപടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ദുൽഖർ ആരോപിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ വന്ന സമയത്ത്, വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വന്ന സമയത്ത് തന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൃത്യമായി കാണിച്ചതാണ്. പക്ഷേ അതൊന്ന് പരിശോധിക്കാൻ പോലും കസ്റ്റംസ് തയ്യാറായിട്ടില്ല. പിന്നീട് ഇതിന് ശേഷവും ഈ രേഖകളെല്ലാം തന്നെ ഹാജരാക്കുകയും തന്നെ വാഹനം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ
അതിനും കസ്റ്റംസ് കൂട്ടാക്കിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ദുൽഖർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഒരു വാഹനമാണിത്. കൂടുതൽ കാലം കസ്റ്റംസിന്റെ കയ്യിൽ ഇത് വെക്കുന്ന സമയത്ത് അതിന് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്റെ വാഹനം തനിക്ക് വേണം എന്നുള്ള ഒരു കാര്യമാണ് ദുൽഖർ പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ വന്ന വാർത്തകൾ തന്റെ യശസ്സിനടക്കം കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. അത് അത് തനിക്ക് തന്റെ യശസ്സിനെ കളങ്കം ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ ചാനലിലൂടെ എല്ലാം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് വാഹനം തിരിച്ചു കിട്ടണം, ഇത്തരം ഒരു നടപടി റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹർജി ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റംസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിനെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ചൊവ്വാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. ശരി, വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.